നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന മരണത്തിൽ നെഞ്ചിലേറ്റ ചവിട്ടാണ് മരണകാരണമെന്നൊരു കണ്ടെത്തലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചവിട്ടിൽ അർഷിദിന്റെ 7 വാരിയലുകളാണ് ഒടിഞ്ഞിട്ടുള്ളത്. നെഞ്ചിലാണ് ഇയാൾ ആഞ്ഞു ചവിട്ടിരിക്കുന്നത്. 7 വാരിയലുകൾ കുഞ്ഞിന്റെ ഒടിഞ്ഞിട്ടുണ്ട്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. തുടർന്ന് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റു. ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവമാണ് ഇത്തരത്തിൽ മരണകാരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് തലയ്ക്ക് ക്ഷതം ഏറ്റിട്ടുണ്ട്. 5ഇടത്ത് നീർക്കെട്ടുണ്ടായിട്ടുണ്ടെന്നുമാണ് കോടതിയിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. കുട്ടിയുടെ ശരീരത്ത് 91 മുറിവുകളുണ്ടെന്നാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിഞ്ഞ നിലയിലായിരുന്നു. ഇപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ടെന്നും കൈ ഒടിച്ചതാണെന്നും ഒക്കെ പോലീസ് ആദ്യം സംശയം ഉയർത്തിയിരുന്നു. എന്തായാലും പ്രതി അഷ്കർ കുഞ്ഞിനെ നിരന്തരം അതിക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും അമ്മ അഖിലയ്ക്ക് ഇത് അറിയാമായിരുന്നുവെന്നും ഒക്കെ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അഖിലയ്ക്കെതിരെ ഇപ്പോൾ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയതിനെ തുടർന്ന് വിദ്യാർത്ഥി ജീവനൊടുക്കി. കാട്ടാക്കട PR വില്യംസ് സ്കൂളിലെ വിദ്യാർത്ഥി അരികിൽ സ്വദേശി വൈകാശാണ് ഷോൾ കഴുത്തിൽ കുരുക്കി ആത്മഹത്യ ചെയ്തത്. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് വിദ്യാർത്ഥി ജീവനൊടുക്കിയിട്ടുള്ളത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയതാണ് ജീവനൊടുക്കാൻ കാരണമെന്നൊരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാട്ടാക്കട PR വില്യംസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അരികിൽ സ്വദേശിയാണ് ഈ കുട്ടി. ഷോൾ കഴുത്തിൽ കുരുക്കി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയതാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണം.